ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ച് നോക്കി നിൽക്കുന്ന ഇസ്ലാമാബാദിലെ ആഡംബര ഹോട്ടലുകളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. പശ്ചിമേഷ്യൻ മണ്ണിൽ പുകയുന്ന യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന മാരത്തൺ ചർച്ചകൾ 21 മണിക്കൂർ പിന്നിടുമ്പോഴും തീരുമാനമാകാത്ത ഒരു കുരുക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുന്ന കാര്യത്തിൽ സമവായമായിട്ടില്ലെന്നും വിദേശ സൈനിക കപ്പലുകളെ ഒരു കാരണവശാലും പ്രവേശിപ്പിക്കില്ലെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയുമാണ്. അമേരിക്കയുടെ കപട നയതന്ത്രത്തിനും ട്രംപിന്റെ പ്രകോപനപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും മുന്നിൽ വഴങ്ങാൻ ഇറാൻ തയ്യാറല്ലെന്നതാണ് നിലവിലെ സാഹചര്യം. ഈ നയതന്ത്ര ചതുരംഗക്കളിയിൽ ആര് ജയിക്കുമെന്ന ആകാംക്ഷയിലും ആശങ്കയിലും കൂടിയാണ് ലോകമുള്ളത്. ഈ സമാധാന ചർച്ചയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാൻ സ്പീക്കർ മുഹമ്മദ് ഖാലിബാഫും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ ചർച്ചയിൽ ഇതുവരെ ഒരു കരാറിലും എത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് JD വാൻസ് തന്നെ തുറന്ന് സമ്മതിക്കുന്നു. 24 മണിക്കൂർ മാത്രം പാകിസ്ഥാനിൽ തങ്ങാൻ തീരുമാനിച്ചിരുന്ന JD വാൻസ് തീരുമാനമാകാത്തതിനെ തുടർന്ന് ചർച്ചകൾ നീട്ടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ സൈനിക കപ്പലുകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന അമേരിക്കയുടെ പ്രധാന നിർദ്ദേശമാണ് ഇപ്പോൾ ചർച്ചകൾ വഴിമുട്ടാൻ കാരണം. അമേരിക്കയുടെ നിലപാടനുസരിച്ചാവും ചർച്ചയുടെ ഭാവിയെന്ന് ഇറാൻ പ്രതിനിധി കടുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതേസമയം യുദ്ധഭീതിക്കിടയിലും ഇന്ത്യക്ക് ചെറിയൊരു ആശ്വാസ വാർത്തയുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യയുടെ കപ്പലുകളെ തടയുന്നില്ല എന്ന ഇറാന്റെ നയം ഇന്ത്യക്ക് വലിയ തുണയാകുന്നുണ്ട്. 20,400 മെട്രിക് ടൺ LPGയുമായി ജഗ് വിക്രം എന്ന കപ്പൽ ഇന്ത്യയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 15ഓടെ ഈ കപ്പൽ മുംബൈ തീരത്ത് നങ്കൂരമിടും. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതിനു ശേഷം ഹോർമൂസ് കടന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന 9ാമത്തെ കപ്പലാണിത്. ഇനിയും 15 കപ്പലുകൾ കൂടി ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് എത്താനുമുണ്ട്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പറയുന്നത് രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ലെന്നാണ്. എങ്കിലും സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി PNGയിലേക്കും വൈദ്യുതി സിലിണ്ടറുകളിലേക്കും മാറാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടക്കുമ്പോഴും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ ഭീഷണി തുടരുകയാണ്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തലാക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. ലബനനിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടത് ചർച്ചകളുടെ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുന്നുണ്ട്. ട്രംപ് ഒരു വശത്ത് ഇറാൻ തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് പരിഹസിക്കുമ്പോൾ മറുവശത്ത് ചർച്ചകളിൽ അമേരിക്ക പ്രകോപനപരമായ സമീപനം തുടരുന്നത് സമാധാന ശ്രമങ്ങളെ അസ്ഥിരപ്പെടുത്തുകയാണ്. ഇനിയുള്ള മണിക്കൂറുകളും ഈ ചർച്ചകളിൽ ഏറെ നിർണായകമാണ്. അമേരിക്ക എടുക്കുന്ന നിലപാടായിരിക്കും പശ്ചിമേഷ്യൻ മണ്ണിൽ സമാധാനം വിരിയുമോ അതോ വീണ്ടും മിസൈലുകൾ ചീറിപ്പായുമോ എന്ന് ഒരു പക്ഷേ നിശ്ചയിക്കുക. സാധാരണക്കാരായ വീട്ടമ്മമാർ പോലും ഈ യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടർ വരെ യുദ്ധം മൂലം മുടങ്ങുമെന്ന ഭീതി അവരെ പോലും യുദ്ധവാർത്തകളിലേക്ക് ശ്രദ്ധിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. സംഘർഷം അയയുന്നതിനായുള്ള ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ പുരോഗമിക്കുമ്പോഴും കയറ്റുമതി തീരുവ വർദ്ധിപ്പിച്ച് വരുമാനം കൂട്ടാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറാകാത്തിടത്തോളം കാലം ഈ പ്രതിസന്ധി തുടരുമെന്ന് ഉറപ്പാണ്. ഇസ്ലാമാബാദിലെ അടച്ചിട്ട മുറികളിൽ നടക്കുന്ന ഈ 21 മണിക്കൂർ മാരത്തൺ ചർച്ചകൾ ലോകത്തിന് നൽകുന്നത് വലിയൊരു സന്ദേശം കൂടിയാണ്. ആയുധശക്തിയേക്കാൾ നയതന്ത്രമാണ് പരിഹാരമെന്ന് പറയുമ്പോഴും വൻ ശക്തികളുടെ പിടിവാശികൾ സമാധാനത്തിന് തടസ്സമാകുന്നു എന്ന സത്യം. ഹോർമൂസ് കടലിടുക്ക് ഒരു തുറന്ന യുദ്ധക്കളമായി മാറാതെ സംരക്ഷിക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ ഫലം കാണട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. യുദ്ധത്തിന്റെ പുകപടലങ്ങൾ ഒഴിഞ്ഞ് ലോകത്ത് സമാധാനം വിരിയുന്ന ആ നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം.